മാസത്തിന് മുമ്പ് രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വ്യത്യാസമുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ രാഷ്ട്രീയം പറഞ്ഞു? ഇതാണ് കറക്റ്റ് പോയിന്റ്. ഈ രാജ്യത്തെ മനുഷ്യരെ ബാധിക്കുന്ന ഏത് വിഷയത്തിൽ അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലെ മാത്രമാണ് അത് തിരിച്ചറിഞ്ഞത്. പറഞ്ഞോട്ടെ ഒരു മിനിറ്റ് പോവല്ലേ കാശ്മീർ പറഞ്ഞോട്ടെ. ഒന്ന് പറഞ്ഞോട്ടെ. പറയാം. 2021 എന്റെ ഒരു സിനിമ ഇറങ്ങി, ഒരു താത്വിക അവലോകനം. 3 രാഷ്ട്രീയ പാർട്ടികളെ എതിർത്ത് ഒരു സ്വതന്ത്രം ജയിക്കുന്ന സിനിമയാണ് ഞാൻ എഴുതിയത്. ഇത് എഴുതിയ സമയത്ത് ഞാൻ സാബു ജേക്കബിനെ വിളിച്ചു. അങ്ങ് മുന്നോട്ട് വെക്കുന്ന 3 രാഷ്ട്രീയ പാർട്ടികളെയും തള്ളിപ്പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. അങ്ങയുടെ ആൾക്കാരുടെ അടുത്തൊക്കെ എന്റെ സിനിമയൊക്കെ ഒന്ന് കാണാൻ പറയണം. ഇത് അന്ന് ഞാൻ ബന്ധപ്പെട്ടതാ. പക്ഷെ ഇവർക്ക് കിഴക്കമ്പലത്തിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയമില്ല. ഇവരുടെ രാഷ്ട്രീയം വ്യാപിപ്പിക്കാൻ ഇവർക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അല്ലെങ്കിൽ ഞാൻ 2021 എന്റെ പൊന്ന് ഹാഷ്മി ഒരു കാര്യം പറയുന്നു, ഒന്ന് കേട്ടിട്ട് മറുപടി പറ. അത് കണ്ടിട്ടാണോ താങ്കൾ പോയി മത്സരിച്ചത്? എടാ ഇതൊന്ന് പറഞ്ഞോട്ടെന്ന്. അങ്ങനാണോ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ നിന്ന് മാറി ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി BJPക്കൊപ്പം അവർ ചേരുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു പാർട്ടി വളരാൻ ആഗ്രഹിക്കുന്നു. ഒരു പഞ്ചായത്തിന് പുറത്തേക്ക് അവരുടെ രാഷ്ട്രീയ സംവിധാനത്തെ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ രാഷ്ട്രീയം ജനപക്ഷത്ത് നിന്ന രാഷ്ട്രീയമായിരുന്നു, ജനക്ഷേമ രാഷ്ട്രീയമായിരുന്നു, ജനങ്ങൾ നല്ലത് പറഞ്ഞ രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയത്തിനൊപ്പം കൂടുകയും ഇന്ത്യ ദേശീയതയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുക എന്ന കാഴ്ചപ്പാട് കൊണ്ടാണ് ഞാൻ പോയത്. അത് വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ NDAക്കൊപ്പം ചേർന്നപ്പോഴേക്കും 2020 BJP പോലൊരു ദേശീയ പ്രസ്ഥാനം വളരാൻ പോകുന്നു. അഖിൽ തെറ്റിദ്ധരിച്ചു. 2 മാസം കൊണ്ട് തെറ്റിദ്ധാരണ മാറി. തെറ്റിദ്ധാരണ മാറിയതിന്റെ കാര്യമൊക്കെ നമുക്കറിയാലോ. അഖിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അഖിലിന്റെ ഒരു കാഴ്ചപ്പാടേ. അഖില് കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തറയാണ് BJPക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് വർക്കർമാരും സംവിധാനമുള്ള ഒരു സ്ഥലം. തൃപ്പൂണിത്തറ കിട്ടാത്തതിലാണ് അഖിലിന്റെ വിഷമം ഉണ്ടായത്. അപ്പൊ അഖില് കൂടി എതിർക്കുന്ന വർഗീയ രാഷ്ട്രീയം പറയുന്ന BJPയുടെ വോട്ടും സംഘടനാ സംവിധാനം ഉപയോഗിച്ച് 2020 സൗകര്യത്തിൽ അപ്പൊ കല്യാണം ആകില്ല, സംബന്ധം പറ്റുമെന്നുള്ള രീതിയിൽ BJPയുടെ വോട്ടും വാങ്ങാം, 2020 ലേബലും ആകാം, അങ്ങനെ ജയിക്കാമെന്ന് കണക്ക് കൂട്ടി വന്നു. ഒരു സമയത്ത് ഞാൻ പറയട്ടെ അതിനുശേഷം പണം വീതം വെച്ചപ്പോ പണം കിട്ടിയില്ല, പദവി ചോദിച്ചപ്പോ പദവി കിട്ടിയില്ല. അതിനുശേഷം പുറത്തു വന്നിട്ട് സാബുവിനെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. സാബുവിന് ഒരു കാലത്ത് സാബു ഈ രാജ്യത്തെ മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ. അങ്ങനെയുള്ള ഒരു സാബുവിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തിൽ ആകർഷണമായി പോയി എന്ന് പറഞ്ഞാൽ അത് ആമാശയ രാഷ്ട്രീയമാണ്. 40 കോടിയുടെ വീതം കിട്ടില്ല, 3 കോടി രൂപ പദവിയും പണവും അല്ലാതെ എന്താ നിങ്ങളുടെ പ്രശ്നം? ഈ പദവി എന്തിനാ? പദവി എന്തിനാ? പദവി ഇല്ലാതെ പ്രവർത്തിക്കാൻ അറിയാമെന്ന് താങ്കൾ പദവി ഇല്ലാതെ ഇല്ലാത്ത ജില്ലാ കമ്മിറ്റിയോട് ജില്ലാ ചോദിച്ചിട്ട് താങ്കൾ ചോദിക്കുക എന്തിനാ പദവി? എന്തിനാ പദവി? എനിക്ക് പദവി വേണമെന്നേ. എനിക്ക് ഈ നാടിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സത്യത്തിൽ നിങ്ങൾക്ക് എന്താ? നേരത്തെ പറഞ്ഞു പദവി ഇല്ലാതെ പ്രവർത്തിക്കും, ഇപ്പൊ പറയുന്നു പദവി വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.